ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ +1 പബ്ലിക് എക്സാമിന് 520-ൽ 516 മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള മിൻഹക്കുട്ടിയാണ്. മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എങ്ങനെയാണ് മിൻഹ ഈ ഒരു സ്കോറിലേക്ക് എത്തിയത് എന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നമുക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കാം. ഹലോ, ആദ്യം ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ്. എന്താണ് സീക്രട്ട്? നന്നായിട്ട് പഠിക്കുക. അതിന് പ്രത്യേക പ്ലാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്റ്റഡി ടൈം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, ടൈം ടേബിൾ ഒക്കെ ചുമരിലൊട്ടിക്കുക? അങ്ങനെയൊന്നുമില്ല, പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആണെന്ന്. ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ ലാസ്റ്റ് 2 months നല്ല ടൈം സ്പെൻഡ് ചെയ്യണം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓക്കെ. ഏത് വിഷയത്തിലായിരുന്നു 4 മാർക്ക് മിസ്സായി? ഒന്ന് ഇംഗ്ലീഷില് 2 മാർക്ക് പോയി, പിന്നെ മാത്സിലാണ് 2 മാർക്ക് ആരും പിണക്കിയിട്ടില്ല. 2 ഈക്വൽ ആയിട്ട് ഇംഗ്ലീഷിലും മാത്സിലാണ് പോയിട്ടുള്ളത്. അതിൽ എന്തുകൊണ്ടായിരിക്കും ആ മാർക്ക് മിസ്സായത് എന്നുള്ളത് ഇപ്പൊ തോന്നുകയാണെങ്കിൽ പ്രിപ്പറേഷന്റെ കുറവുകൊണ്ടാണോ അതോ? പ്രിപ്പറേഷൻ കുറവൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നത് എനിക്ക് അത്ര എഴുതിയിട്ടില്ല ലാസ്റ്റ് ഒക്കെ എത്തുമ്പോ. പിന്നെ മാത്സ് പിന്നെ പൊതുവെ ടഫായിരുന്നു, വിവാദ വിഷയമായതുകൊണ്ട് അതിൽ നമുക്കൊന്നും പറയാനില്ല. ഇംഗ്ലീഷില് ലാംഗ്വേജ് ഒന്നും കൂടി സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ അതും കിട്ടുമായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു? മലയാളം മീഡിയം ആയിരുന്നു അതോ ഇംഗ്ലീഷ് മീഡിയം തന്നെയായിരുന്നു? ഇംഗ്ലീഷ് മീഡിയം തന്നെയായിരുന്നു. നമ്മുടെ ബാച്ചിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞേ? ഞാൻ ഫസ്റ്റ് 10th CBSE ആയിരുന്നു. അപ്പൊ ക്ലാസ്സസ് ഇങ്ങനെ കേൾക്കണ്ടായിരുന്നു യൂട്യൂബില്. അപ്പൊ അങ്ങനെയാണ് +1 ജോയിൻ ചെയ്തത്. അങ്ങനെ നമ്മൾ അഗ്നി ബാച്ചിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തു. ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കുട്ടിയെ പറഞ്ഞേക്കും പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൺഫ്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? പാരന്റ്സ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. ആക്ച്വലി എന്റെ പാരന്റ്സ് ഓൺലൈനിൽ വിടാനും താല്പര്യം. അവർക്കിങ്ങനെ ഉച്ചക്ക് ബസ് കയറി പോകാനൊക്കെ ഒരു ഇഷ്ടമില്ലായിരുന്നു. ഒരു സൗകര്യമായിട്ട് തോന്നില്ല, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. ഓഫ്ലൈനിൽ പോകുമ്പോൾ കൃത്യമായ സമയത്ത് എത്തണം, അങ്ങനെയുള്ള സെയിം അല്ല, നമുക്ക് രണ്ടിലും പഠിക്കല്ലോ. ഇതാണ് കുറച്ചും ബെറ്റർ അല്ല ഓൺലൈൻ. ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് പാരന്റ്സിനെ കണ്ടിട്ട് പഠിക്കാനുള്ള ഒരു സമയം കിട്ടും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ട് തോന്നിയത് മാത്സ് തന്നെയാണോ അതോ ഇംഗ്ലീഷ് ആണോ? ബയോളജിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അതിന് ഫുൾ മാർക്ക് ഉണ്ട്. അതാണ് അതിന് ആരാണ്? ശ്രുതി മിസ് ആണോ? എല്ലാവരും നന്നായിട്ട്. തീരെ ഇഷ്ടമല്ല. പിന്നെ ഈ ഇഷ്ടക്കേട് എങ്ങനെ മാറി ഫുൾ മാർക്കിലേക്ക് എങ്ങനെ എത്തി? അതിന്റെ ഒരു സീക്രട്ട് ഉണ്ടാവുമല്ലോ എന്തായാലും. നമുക്ക് എന്താണ് എനിക്ക് ഇഷ്ടം ഇല്ല, അപ്പൊ എനിക്ക് പഠിക്കാൻ തീരെ താല്പര്യം. അപ്പൊ ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ ഒരു ക്ലാസ് ഫുള്ള് എനിക്ക് പേടി കൊണ്ടേ ഫുള്ള് കണ്ടിക്കണേ. മീൻസ് എന്താണ് ബാച്ചിലുള്ള വീഡിയോസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുള്ള് പേടിയുണ്ട്. പേടിച്ച് പഠിച്ചു നല്ല ഇതുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ പൊതുവെ പറയുന്ന കേൾക്കാം, നമ്മള് പേടിച്ച് പഠിക്കുന്നത് നല്ല താല്പര്യത്തോടു കൂടി പഠിച്ചാൽ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നന്നായിട്ട് ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് പഠിച്ചത്. പേടി ഉണ്ടായിരുന്നു, മാർക്ക് പറയുന്നത്, പക്ഷെ നല്ല താല്പര്യത്തോടു കൂടി പഠിച്ചു. എങ്ങനെയാണ്? രാവിലെ നേരത്തെ എണീക്കുന്ന കൂട്ടത്തിലാണോ? ഉമ്മ അടുത്തിരിക്കുന്നുണ്ട്, പറഞ്ഞോ. രാവിലെ അങ്ങനെയല്ല, പക്ഷെ രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുള്ളൂ. മീൻസ് രാത്രി ഉണ്ട് മോസ്റ്റ്ലി പഠിത്തമൊക്കെ. രാത്രി എത്ര മണി വരെ? മീൻസ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ 2 o'clock 1 o'clock. എക്സാം സമയത്തും അല്ലാത്ത സമയത്തും നമ്മൾ സ്റ്റഡിയിൽ വ്യത്യാസം ഉണ്ടാവും. എക്സാം സമയത്ത് എങ്ങനെയായിരുന്നു? അത് 2 മണി മീൻസ് എപ്പോഴാണ് പോർഷൻസ് എനിക്ക് മനസ്സിൽ അത് ഉണ്ടാവും. അത് എപ്പോഴാണ് കഴിയുന്നത് അത് വരെ പഠിച്ചാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. തീർന്ന ആ ഒരു സൊല്യൂഷൻ നമ്മൾ മാത്സിലൊക്കെ അവസാനം 2 വരെ ആ ഒരു ഘട്ടത്തി കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അല്ലെ? ഓക്കെ. അപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടായിരുന്നു ഏറ്റവും ഈ എക്സാമിനറിലെ അടിപൊളി ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ എന്നെ പറയണ്ട, ഞാനിപ്പോ ഏതായാലും പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരായിരിക്കും പറയുകയാണെങ്കിൽ? എല്ലാരും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരാളൊന്നുമില്ല, എല്ലാവരും അടിപൊളിയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഈ വിഷയം എത്രയായിട്ടും അങ്ങോട്ട് കണ്ട് റെഡി ആവുന്നില്ല അങ്ങനെയുള്ള ഒരു വിഷയം പറയുകയാണെങ്കിൽ ബയോളജി ഏറ്റവും ഈസി ഉള്ള വിഷയമാണെങ്കിൽ എന്താണ്? ഇംഗ്ലീഷ് വളരെ നമ്മൾ പണ്ടേ പിന്നെ CBSE അല്ലേ, നമുക്ക് ഇംഗ്ലീഷ് വിഷയമല്ല, പക്ഷെ ഇംഗ്ലീഷിൽ 2 മാർക്ക് പോയല്ലേ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത വർഷം എന്തായാലും ആ ഒരു ബാക്കിയുള്ള മാർക്ക് എന്തായാലും സ്കോർ ചെയ്യണം. ഇനിയിപ്പോ +2ലേക്ക് എത്തുമ്പോൾ നമ്മളൊരു സ്റ്റഡിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം. നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് ഈ മാർക്ക് വാങ്ങിയത് എന്നുള്ളത്. അപ്പൊ അതിനി എന്ത് മാറ്റമാണ് വരുത്താൻ, അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്? +2ലേക്ക് കുറച്ച് നേരത്തെ പഠിച്ചു തുടങ്ങി. ബിക്കോസ് എന്താണ്
വേറെ കുറെ ഇതൊക്കെ ഉണ്ടല്ലോ പ്ലസ് ടുല് ലാബൊക്കെ ഉണ്ടാവും റെക്കോർഡൊക്കെ റെക്കോർഡ് ചെയ്യണം, ലാബ് ഉണ്ടാവും. കുറച്ചുകൂടി നേരത്തെ ബെറ്റർ ആയിട്ട് ഫോളോ ചെയ്യണം അങ്ങനെ പഠിത്തമൊക്കെ. അങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ SSLC കഴിഞ്ഞ് ഇപ്പൊ മലയാളം മീഡിയത്തിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് മലയാളം മീഡിയം കഴിഞ്ഞ് +1 ഒരു ഇംഗ്ലീഷ് മീഡിയം ഒരു ചേഞ്ച് വരുമ്പോ മോക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല? മോള് പഠിച്ചിരുന്ന അവിടെ ഫുള്ള് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ തന്നെ ആയിരുന്നു അതോ മലയാളം മീഡിയം കുട്ടികൾ ഉണ്ടായിരുന്നു? അറിയാമായിരുന്നു മലയാളം മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയം ആരെങ്കിലും അതിനെ കുറിച്ച് അറിയായിരുന്നോ? ഇല്ല, ആരെയും കുറിച്ച് അറിയില്ല. ഓക്കെ. പിന്നെ ഭാവിയിൽ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? +2 കഴിഞ്ഞിട്ട് എന്താവണം? അങ്ങനെയൊക്കെ ഒരു ഗോളൊക്കെ ഉണ്ടാവണല്ലോ, അപ്പോഴല്ലേ നമുക്ക് പഠിക്കാനൊരു എനർജി ഉണ്ടാവും. ജെയ് അപ്പൊ എഞ്ചിനീയറിംഗിലേക്കാണ് പോക്ക് അല്ലേ? ആരെങ്കിലും ഇതിന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? വീട്ടിലാരെങ്കിലും അങ്ങനെ ആരാണ്? കസിന്റെ പേരെന്തായിരുന്നു? നാസിർ ജിനാൻ. ഓക്കെ. അവനെ മുന്നിൽ നിൽക്കേണ്ട അവനെ ഗുരു അല്ലെ, മനസ്സിലെ ഗുരു. ഏകലവ്യന് മറ്റേ ദ്രോണാചാര്യരെ പോലെ ഒരു ഗുരു അവിടെ ഉണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ആഗ്രഹങ്ങളൊക്കെ നിറവേറെ സാധിക്കട്ടെ. അപ്പൊ നമ്മുടെ എക്സാം സമയം എടുക്കുമ്പോഴാണ് പലർക്കും ഈ ചൂട് വരിക അല്ലെ, ഈ ചാപ്റ്റർ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ. മോൾ എങ്ങനെയായിരുന്നു ഈ ഓരോ ചാപ്റ്ററിനെയും കണ്ടുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് അതിനെ ഓരോന്നും ക്ലിയർ ചെയ്തത്? ആദ്യം എക്സാമിനേഴ്സിന്റെ വീഡിയോസ് കാണും, പിന്നെ ഒന്ന് ലൈക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് വായിച്ചു നോക്കാം, ഒരു പ്രാവശ്യം വായിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ മോസ്റ്റ്ലി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യും, പിന്നെ എക്സാമിന്റെ ഗൈഡൊക്കെ ഉണ്ടാവല്ലോ അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ വീക്ക് കൂടുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് പോകും. അപ്പൊ കംപ്ലീറ്റ്ലി നമ്മളെ ബാച്ചിലെ ക്ലാസ്സുകളും അതുപോലെ PVQസും അതുപോലെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് ചിലർക്ക് കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു സംശയമാണ്, ഇങ്ങനെ ഫീസ് കൊടുത്തിട്ട് നമുക്ക് ഈ ക്ലാസ്സുകൾ കറക്റ്റ് സമയത്ത് കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തായാലും പറയാനുള്ളത്? ക്ലാസ് എന്തായാലും കവർ ചെയ്യാൻ പറ്റും, ബിക്കോസ് അവർ അത്ര ഇതിലെ ക്ലാസ് തരുന്നുള്ളൂ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്ര ക്ലാസ് തരുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും തോന്നുന്നില്ല. ഓക്കെ. അപ്പൊ ഈ ഒരു റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്ത്? മൊബൈലിലാണോ അതോ കസിൻ ആരെങ്കിലും വന്ന് പറഞ്ഞു തരായിരുന്നു? എന്തായിരുന്നു അതിന്റെ? ആക്ച്വലി റിസൾട്ട് അറിഞ്ഞന്ന് ഞാൻ എന്റെ വീട്ടിലല്ലായിരുന്നു, എന്റെ കസിന്റെ വീട്ടിലായിരുന്നു. ഒളിച്ചോടിയോ? ഞാൻ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ കസിന്റെ വീട്ടിലായിരുന്നു. ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ ഒരു ഉച്ചക്കായപ്പോ ഉമ്മ വിളിക്കുന്നമ്മ പേടിപ്പൊക്കെ ബയോളജി നല്ല മാർക്ക് കുറഞ്ഞേ എന്തായാലും ഇങ്ങനൊക്കെ അവരൊന്ന് ടെൻഷനാക്കി. ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മ റിസൾട്ട് ഗ്രൂപ്പിലിട്ട് നല്ല മാർക്കാണ്, എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടും കൂടില്ല ഇത്ര മാർക്ക് കിട്ടുന്നു, പക്ഷെ നല്ല മാർക്ക് കിട്ടി. സ്കൂളിൽ എങ്ങനെയായിരുന്നു ഈ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു മോളിൽ പഠിച്ച സ്കൂളിൽ? ടീച്ചേഴ്സിന് ഓക്കെ, നല്ല മാർക്ക്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് പല കുട്ടികൾക്കും ഭയങ്കര കൈയൊക്കെ വറക്കാൻ തുടങ്ങും. ക്വസ്റ്റ്യൻ പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് കണ്ടാൽ ആകെ ടെൻഷൻ ആയി പോകും, പാനിക് ആയി പോകും. മോൾ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്തത്? നൈസായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒബ്വിയസ്ലി ടെൻഷൻ ഉണ്ടാവും, അത് സ്വാഭാവികം. പക്ഷെ പിന്നെ ടെൻഷൻ ഫുൾ ഉണ്ടായി പിന്നെ കൊള്ളാം. അതിനകത്ത് നമ്മൾ കാമായിട്ട് സ്കൂൾ ഓഫ് ടൈം ഒക്കെ എങ്ങനെയാ ഉപയോഗിച്ചത്? സ്കൂൾ ഓഫ് ടൈം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും, ഇങ്ങോട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് അത് ടിക്ക് ഇടും, അതാണ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇങ്ങോട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കും. അപ്പൊ അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം ചെയ്തിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് ബാക്കി ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ്. അപ്പൊ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ആ ഓർഡറിൽ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നുമില്ല മക്കളെ, നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ അത് 1 മാർക്കിന്റെ ആണെങ്കിൽ 8 മാർക്കിന്റെ ആണെങ്കിലും അല്ലെ, നമ്മൾ ആദ്യം അതങ്ങ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫിക്കൽട്ടി ലെവലിൽ കൂടുന്ന ആ രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ +1 10ാം ക്ലാസ്സിൽ നിന്നും +1 വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും, നമുക്ക് +1ഉം +2 ഒക്കെ അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും. ആ രീതിയിൽ ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? പറയണെങ്കിൽ 10ാം ക്ലാസ്സിൽ +1 കമ്പയർ ചെയ്യുമ്പോൾ +1 കുറെ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ബെറ്റർ. ഐ മീൻ എല്ലാം പെട്ടെന്ന് കവർ ചെയ്യും, നമുക്ക് ലാസ്റ്റ് ഒരു ഇതുണ്ടാവില്ല, സുഖമായിരിക്കും. എനിക്കൊക്കെ ലാസ്റ്റ് ഒക്കെ നല്ലൊരു ഇത് ചെയ്തു. നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിക്കുക, അപ്പൊ വീഡിയോസ് കാണാം, മീൻസ് എക്സാമിലാണ് സെറ്റ്. ലാസ്റ്റ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ബയോളജി വന്നിട്ടുള്ളൂ. എല്ലാ വീഡിയോസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താല് നമുക്കത് കണ്ടത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ 10ാം ക്ലാസ്സിൽ CBSE ആയതുകൊണ്ട് അത്യാവശ്യം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ +1 വന്നപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ എന്തുണ്ടായിരുന്നു? ഈ ബുക്കിന്റെ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുമല്ലോ +1 എത്തുമ്പോൾ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ബുക്ക് കണ്ടപ്പോ ഞെട്ടിയിട്ടൊന്നുമില്ല? ബുക്ക് നോക്കാറേ ഇല്ല. എങ്ങനെയാണ് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളെ ലേണിംഗ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നോട്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു? പൗസ് നോക്കിയിട്ടാല് എങ്ങനെ വീഡിയോ എങ്ങനെ കാണാറ്? 2x ആണോ 1.5 ആണോ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ചിലപ്പോൾ റിവിഷൻ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ 1x കാണും. ഫസ്റ്റ് കാണുമ്പോൾ നോർമലായിട്ട് കാണും, പിന്നെ അങ്ങനെ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് മാറ്റം ഉണ്ടാവും അല്ലേ?
ഓക്കെ, അപ്പൊ ഭാവിയിൽ ജെയ് അല്ലെ എഞ്ചിനീയറിംഗിലേക്കാണ് ഇപ്പൊ നല്ലൊരു എഞ്ചിനീയർ ആയിട്ട്, അതുപോലെ തന്നെ +2 ഫുൾ മാർക്കൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.